ഈ പെട്ടെന്ന് ജോലി കിട്ടാമെന്ന് കേട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എമൗണ്ട്സ് കൊണ്ട് ഈ കൺസൾട്ടൻസീസിൽ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വർക്ക് പെർമിറ്റ് സ്കാംസ് ആണ്. കാരണം ഇഷ്ടം പോലെ ആൾക്കാർ ഈ പെട്ടെന്ന് ജോലി കിട്ടാമെന്ന് കേട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എമൗണ്ട്സ് കൊണ്ട് ഈ കൺസൾട്ടൻസീസിൽ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി പഞ്ചാബ്, നോയിഡ സെക്ടേഴ്സിൽ ഏറ്റവും വലിയ സ്കാമാണ് ഈ വർക്ക് പെർമിറ്റ് സ്കാം. കാര്യം ഈ എല്ലാവരും പോകുന്നത് ബ്ലൂ കോളർ ജോബ്സിനാണ് കൂടുതലും. ഈ വർക്ക് പെർമിറ്റ്സ് എല്ലാം ഈ ഫാക്ടറി വർക്കർ, ഹെൽപ്പിംഗ്, ഈ ലേബർ ജോബ്സാണ് കൂടുതലും വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാറാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് അപ്ലൈ ചെയ്യുന്നത്. അവരുടെ സ്വർണം പണയം വെച്ചിട്ടും അവർ വസ്തു വിറ്റിട്ടൊക്കെയാണ് ഇതിന് പൈസ കൊണ്ട് കൊടുക്കുന്നത്. ആൻഡ് ഈ ഏജൻസി ഒരു 25-30 കേസസ് ആയിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ നാട്ടിൽ നിന്ന് സ്കൂട്ടാവും, അവരടുത്ത സ്ഥലത്തോട്ട് പോകും. ഇതൊരു കോമൺ പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്കാം കണ്ടുപിടിക്കാൻ പറ്റും. വർക്ക് പെർമിറ്റ്സ് ലെജിറ്റായിട്ട് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, പക്ഷെ അത്രയും പേയ്മെൻറ്റ് അതിന് വരുന്നുണ്ട്. കാര്യം നമ്മൾ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ ഒരു വർക്ക് പെർമിറ്റ് കണ്ടാൽ നിങ്ങൾ ആ കമ്പനി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, കാരണം നിങ്ങൾക്ക് ഒന്നുകിൽ അവിടെ കോൺടാക്ട്സ് വേണം. ഇപ്പം പോർച്ചുഗലിൽ ഒരു ക്ലീനിങ് ഫാക്ടറീസ് ഹയറിങ് ഫോർ വർക്കേഴ്സ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് അവിടെ പോർച്ചുഗലിൽ കോൺടാക്ട്സ് വേണം. എന്ത് ചെക്ക് ചെയ്യാൻ? ഈ കമ്പനി ലെജിറ്റ് ആണോ ചെക്ക് ചെയ്യാൻ. സെക്കൻഡ്, ഈ എംപ്ലോയർ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ. ചിലപ്പം ഒരു B2B പാർട്ണർ കാണും. അപ്പോൾ നിങ്ങൾ B2B പാർട്ണർ ആണെങ്കിൽ B2B പാർട്ണർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ ഹയർ ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യത്തില്ല. അപ്പോൾ എഗെയിൻ ദർ ഇസ് എ കൺഫ്യൂഷൻ. ഇപ്പം ഇത് 360 ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ ഈ വർക്ക് പെർമിറ്റ് ലെജിറ്റ് ആണ്. അപ്പം ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഫസ്റ്റ് നിങ്ങളൊരു വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു 3 months നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓഫർ ലെറ്റർ കിട്ടും. ദാറ്റ് ദിസ് കമ്പനി ഈസ് ഹയറിങ് യു ഫോർ ദിസ് പൊസിഷൻ. അവിടെ നിങ്ങൾക്ക് കമ്പനി നെയിമും കമ്പനി ഡീറ്റെയിൽസും അവർ മോസ്റ്റ് കേസസ് അവർ കാണിക്കത്തില്ല. ദേ ജസ്റ്റ് ഷോ യു പ്രൂഫ് നിങ്ങളവിടെ ഹയർ ചെയ്യാൻ പോവുകയാണെന്ന്. ഒരു 3 months കൂടെ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങളെ വിസ ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യും. സോ നിങ്ങൾ VFS അപ്പോയിൻമെൻറ്റ് പോകുമ്പോൾ നിങ്ങൾ ഫെയിലായി പോയാൽ അവരെന്ത് ചെയ്യത്തില്ല, മിക്ക ഏജൻസീസ് നിങ്ങൾക്ക് പൈസ തിരിച്ചു തരത്തില്ല. നിങ്ങൾ എത്ര എമൗണ്ട് കൊടുത്താൽ അത് മൊത്തം എന്ത് ചെയ്യും, നിങ്ങൾക്ക് പോകും. നിങ്ങൾക്ക് എന്താണ് റീസണിങ് പോലും അവരെന്ത് ചെയ്യത്തില്ല, സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു തരത്തില്ല. സോ ഇതൊരു ഹാർഡ് അപ്രോച്ചാണ്. കാര്യം നിങ്ങൾക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ്സ് പോയാൽ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റഡി അബ്രോഡുമായിട്ട് ചെക്ക് ചെയ്താൽ ഇറ്റ്സ് വെരി ഹാർഡ്. എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യുവർ ഇൻറ്റൻഷൻ ഇസ്. നിങ്ങൾക്ക് ആ രാജ്യത്ത് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ സ്റ്റഡി അബ്രോഡ്. കാരണം സ്റ്റഡി അബ്രോഡ് ആകുമ്പോൾ എന്താ, നിങ്ങൾ സേഫസ്റ്റ് ആണ്, നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൺസൾട്ടൻസി തന്നെ പറയും നിങ്ങളെ പ്രോബ്ലം ഉണ്ട്. പക്ഷേ വർക്ക് പെർമിറ്റ്സ് അങ്ങനെയല്ല. എത്ര ഫയൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നോ അത്രയും ബെനിഫിറ്റ്സ് അവർക്കുണ്ട്. കാരണം അവർക്ക് റിക്രൂട്ടേഴ്സിൻ്റെ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, നിങ്ങളെ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ കൂടുതൽ നിങ്ങളെ പുഷ് ചെയ്യാനേ നോക്കത്തുള്ളൂ. നിങ്ങളിപ്പം ആ റോളിന് ആപ്റ്റ് അല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, നിങ്ങളെ VFS അപ്പോയിൻമെൻറ്റ് പോകുമ്പോൾ ഫെയിലാവുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങളെ വർക്ക് പെർമിറ്റിന് പുഷ് ചെയ്യും. കാരണം ആദ്യമേ ഡോക്യുമെൻറ്റ്സ് എഴുതി മേടിച്ചിട്ടാണ് വിടുന്നത്. നിങ്ങൾ ബ്ലൂ കോളർ ജോബ്സിന് ആ കൺട്രിയിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും റിജക്ഷൻ വന്നാൽ നിങ്ങൾക്ക് ₹1 പോലും റീഫണ്ട് തരത്തില്ല. ഒരു 30 പേജിൻ്റെ ഡോക്യുമെൻ്റ് ആയിരിക്കും. നിങ്ങളത് വായിച്ചു നോക്കാൻ പോകുന്നില്ല, നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ കുറേ നാൾ ഈ റീഫണ്ടും പൈസയും അതിൻ്റെ പുറകെ നിങ്ങൾ നടക്കേണ്ടി വരും. അപ്പം ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്, സ്റ്റഡി അബ്രോഡാണ്. അത് നല്ലൊരു സ്ഥലത്തുനിന്ന് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എപ്പോഴും ഒരു സപ്പോർട്ട് കിട്ടും അവരിൽ നിന്ന്.